അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരവധിയുണ്ട്. ആ അവധി ഏതാണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നുള്ളത് അറിയുന്നത് പടച്ച റബ്ബിന് മാത്രമാണ്. ഒരു ഉമ്മയും വാപ്പയും രണ്ട് മക്കളും അന്ന് ആ രാത്രി ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവർ കരുതിയിരുന്നത് പ്രതീക്ഷയോടുകൂടി നാളെ എഴുന്നേൽക്കാമെന്നാണ്. പക്ഷേ ആ ഒരു ദിവസം അള്ളാഹു അവർക്ക് മുകളിലേക്ക് വെച്ചിരുന്ന ഒരു വിധി, ആ ഒരു കുടുംബത്തിലെ നാലാളുകളും പടച്ച റബ്ബിലേക്ക് പോകാനുള്ള ഒരു വിധിയായിരുന്നു. ഉള്ളാളു ഭാഗത്താണ് ഈ ഒരു വീടിൻ്റെ മുകളിലേക്ക് മതിലിടിഞ്ഞു വീണിട്ട് ആ വീട്ടിൻ്റെ അകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന 4 പേർക്ക്, ആ കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം എന്നൊരു വാർത്ത ഞാൻ കണ്ടു. ഉള്ളു വല്ലാതെ കിടുങ്ങിപ്പോയി. ഈ യാസിർ യാസിർ എന്ന് പറഞ്ഞ യാസിർ എന്ന് പറഞ്ഞ ഒരു 45 വയസ്സുള്ള ഒരാളും, അതേപോലെ മൂപ്പരുടെ ഭാര്യ 40 വയസ്സുള്ള മറിയുമ്മ, പിന്നെ 2 മക്കൾ റിഫാന എന്ന 17കാരിയും റിയാന എന്ന 11 വയസ്സുകാരിയുമാണ് ഈ ഒരു മഴയത്ത് ഈ വീടിൻ്റെ ഈ ഒരു മതിലിടിഞ്ഞ് വീണിട്ട് വീടിൻ്റെ മുകളിലേക്ക് വീണ് ഈ 4 കുടുംബം മരിച്ചത്. പുലർച്ചെയാണ് ഈ ഒരു നാടിന് നടക്കിയൊരു അപകടം നടന്നത്. ശക്തമായൊരു മഴയായിരുന്നു. ഇപ്പോൾ ദാ നമ്മളൊക്കെ ഇന്നും പല സ്കൂളുകളിൽ, പല ജില്ലകളിലൊക്കെ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തുകയാണ്. ആ ഒന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല മഴയത്ത് സുരക്ഷിതമായിട്ട് കിടക്കുന്ന വീടുകളുണ്ട്. എത്ര സുരക്ഷിതമാണെങ്കിലും തെങ്ങോ മറ്റോ മതിലോ ഇടിഞ്ഞു വീണ് അത് ഏത് നിമിഷവും നമ്മുടെ ജീവൻ എടുക്കാവുന്ന സാഹചര്യമാണ്. അത്ര പ്രതീക്ഷയോടുകൂടി ബാപ്പാടിയും ഉമ്മാടിയും കൂടെ കുടുംബത്ത് കിടന്നുറങ്ങിയിരുന്ന മക്കൾ ആ ഉറക്കത്തിലാണ് മരണപ്പെട്ടു പോയത്. ആ ഒരു സമീപത്തെ വലിയൊരു മതിൽ ഇടിഞ്ഞിട്ട് ഈ വീടിൻ്റെ മുകളിൽ പതിച്ചതാണ് അപകടമുണ്ടായത്. നാട്ടുകാരും പോലീസൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ 3 പേരുടെ മയ്യത്ത് പുറത്തെടുത്തു. പിന്നീട് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും 2 മണിക്കൂർ കൂടി പരിശ്രമിച്ചിട്ടാണ് 4ാമത്തെ ഒരു മയ്യത്ത് കൂടി പുറത്തെടുക്കാനായത്. ഈ റിഫാനയും റിയാനയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. യാസിറിൻ്റെ മൂത്ത മോള് റഷീന കല്യാണം കഴിച്ചിട്ട് ഇവിടെ കേരളത്തിലാണ്. പെരുന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് ഇവൾ സ്വന്തം വീട്ടിൽ വന്ന റഷീന ചൊവ്വാഴ്ചയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അതുകൊണ്ട് മാത്രമാണ് ദുരന്തത്തിൽ രക്ഷപ്പെട്ടത്. ഇനി ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന റിഷാന എന്ന പെൺകുട്ടി മാത്രമാണ്. അള്ളാഹു അവൾക്ക് മാത്രമാണ് ആയുസ് അള്ളാഹു കൊടുത്തത്. ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ദുഃഖം അള്ളാഹു ആ മരണപ്പെട്ട ആളുകൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആ ഒരു കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മൾ എന്ത് വാക്കുകൾ കൊണ്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും അതൊരിക്കലും മതിയാവില്ല. നമ്മളിപ്പോൾ ഞാനിത് എൻ്റെ വീടിൻ്റെ ഇന്നലെ ഭയങ്കര കാറ്റ് രാത്രി അടിച്ചു, ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ മുകളിൽ ഇങ്ങനെ ഷീറ്റുകളുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഷീറ്റുകൾ മുകളിൽ ഇങ്ങനെ വാർപ്പിൻ്റെ മീതെ, ടെറസിൻ്റെ മീതെ വെച്ചതാണ്. നേരെ പുലർന്ന് നോക്കുമ്പോഴാണ് കാറ്റിൽ ആ ഷീറ്റടക്കം പറന്ന് ടാങ്കിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങിപ്പോയി. അതിൻ്റെ ശബ്ദമാണ് കേട്ടിരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടാവുന്നൊരു നിമിഷത്തിലാണ്. മഴ പലർക്കും സാഹിത്യവും കവിതകളും കഥകളുമാണെങ്കിൽ പലരുടെ ഉള്ളിലും വേദനയാണ്. പലയിടത്തും മഴയുടെ കൊടുതികൾ ഒരുപാടുണ്ടാവുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കരുതലിൽ ഉണ്ടാവണം. നമ്മുടെ വിസാൽ മൂരിയുടെ കുടുംബം, ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാസർഗോഡ് ഉള്ളാളിലുള്ള ഈ ഒരു കുടുംബത്തെ, മരണപ്പെട്ട ഈ കുടുംബത്തെ കുറിച്ചിട്ട് പേഴ്സണലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കണം. അവരെ ഖബറടക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള മഴയാണ്. പെരുമഴയുടെ പ്രളയ ഭീതിയിലാണ് പല ആളുകളും. നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയൊക്കെ സാഹചര്യങ്ങൾ മഴയിൽ വളരെ ഭീതിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കടപ്പുറത്തൊക്കെ പൊന്നാനിയിൽ തന്നെ ഇന്നലെ 50ഓളം വീടുകളിലേക്ക് വെള്ളം കയറുകയും 5ഓളം വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ വെള്ളക്കെട്ട് പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും ഒരു മഴയുടെ പ്രയാസങ്ങൾ അത്ര പെട്ടെന്ന് വരുന്നൊരു പ്രയാസമല്ല. വയലിനോട് ചേർന്നാണ് വീടെങ്കിലും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് വരുന്നതല്ല. അപ്പോൾ നല്ല പ്രാർത്ഥനയിലാണ്. കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നലെ തന്നെ മതിലിടിഞ്ഞ് വീണിട്ട് ആലപ്പുഴയിൽ ഫയാസ് അലി എന്ന് പേരുള്ള ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു. ഇവൻ ഇന്നലെ എന്താ പറയുക, വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ഈ ഒരു മതിലിടിഞ്ഞ് വീണ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി ഒരു 7ഓടെയാണ് ഈ അപകടം നടക്കുന്നത്. ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതിനിടെ അയൽവാസിയുടെ മതിലിടിഞ്ഞിട്ട് ഇവൻ്റെ മേലേക്ക് വീണത് അത്രയും. ഒരുപാട് പഴക്കമുള്ളൊരു മതിലാണ്. അത് അപകടാവസ്ഥയിലൊരു മതിലായിരുന്നു. ഏതായാലും ഫായിസിനെ നാട്ടുകാർ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും
ആ പൊന്നുമോന് മരണപ്പെട്ടു. ആലപ്പുഴ ലജ്നത്ത് മുഹമ്മദിയ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ ഒരു കുട്ടി ഇന്നാണ് ആ ഒരു കുട്ടിയുടെ ഖബറടക്കമൊക്കെ നടന്നത്. പടിഞ്ഞാറെ ഷാഫി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ആ കുട്ടി ഖബറടക്കിയത്. അപ്പോൾ ഒരു മഴയുടെ കെടുതിയിൽ മതിലിടിഞ്ഞ് വീണ് ഒരു കുടുംബത്തെ 4 പേര് മരണപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് ആലപ്പുഴയിൽ ഒരു പൊന്നുമോന് മരണപ്പെടുന്നു. അപ്പോൾ മഴയിൽ ഒരുപാട് പ്രയാസങ്ങളും വെള്ളങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ മക്കളെ അതിലേക്ക് വിട്ടുകൊടുക്കരുത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്കൂളുകൾ ഇപ്പോൾ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പല ജില്ലകൾക്കും ഇന്ന് സ്കൂൾ അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ജില്ലകളിൽ സ്കൂൾ അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിയുന്ന ആളുകളൊന്ന് ആ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഏതൊക്കെ ജില്ലകളാണ് അവധി കിട്ടിയില്ല? ഞാൻ രാവിലെ നോക്കി, നമ്മുടെ മലപ്പുറം ജില്ലയിൽ അവധി കിട്ടിയില്ല. മഴയൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പേടിയാണ്. കാരണം ഇത് ഈ കുളവും വയലൊക്കെ നിറഞ്ഞു നിന്നാൽ വേണ്ടതൊന്നും നിറഞ്ഞിട്ട് വെള്ളത്തിൽ വീടില്ലെങ്കിലും വേണ്ട മതിൽ ഇങ്ങോട്ട് വരുന്നൊരവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ അതൊരു വലിയ ദുരന്തം തന്നെയാണ്. ഇപ്പോൾ ഈ ആലപ്പുഴയിലുള്ള ഫയാസ് അലി എന്ന് പേരുള്ള ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയുന്ന ആളുകൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ നാട്ടിൽ പൊന്നാനിയിൽ ഈ ട്രെയിനിൻ്റെ ബർത്ത് മേത്തക്ക് വീണിട്ട് ഒരാൾ ഇന്നലെ മരണപ്പെട്ടിരുന്നു. അപ്പോൾ എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മില്ലേനിയം എക്സ്പ്രസ്സിലാണ് ഈ പൊന്നാനി സ്വദേശി ഈ മിഡിൽ ബർത്ത് പെട്ടെന്നുണ്ട് വീണ് തലക്കിടിച്ചിട്ട് ഇദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ മരണപ്പെട്ടപ്പോൾ ഈ അലിഖാൻ എന്നൊരു 62 വയസ്സുള്ള ഒരാളാണ് മരിച്ചത്. ഇപ്പോൾ ഇത് ബർത്തൊക്കെ പൊട്ടി വീണപ്പോൾ ഇപ്പോൾ റെയിൽവേ പറയണപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും ആ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം ഡൽഹിയിലേക്ക് പോണ സമയത്താണ് ഈ അപകടം നടന്നത്. മൂപ്പര് സുഹൃത്തും കുന്നംകുളം സ്വദേശിയുമായ മുഹമ്മദ് കുട്ടിയുടെ ലുധിയാനയിൽ പഠിക്കുന്ന മരുമകളെ ഡൽഹിയിലെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മുഹമ്മദ് കുട്ടിക്കൊപ്പം യാത്ര പോകുമ്പോഴാണ് അലിഖാന് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു മരണം സംഭവിച്ചത്. ഈ മാസം 15 രാത്രി 8:15 ഈ സംഭവം നടന്നത്. തൃശ്ശൂരിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ സുഹൃത്തിനൊപ്പം പോയപ്പോഴാണ് ഈ അപകടം നടന്നത്. ബെർത്ത് പൊട്ടി വീണിട്ട് കഴുത്തിലെ എല്ലൊടിഞ്ഞിട്ട് മൂപ്പര് ചികിത്സയിലിരിക്കെയാണ് ഈ മരണം നടന്നത്. മാറഞ്ചേരി വടമുക്ക് സ്വദേശിയാണ് ഈ അലിഖ എന്ന പേരുള്ള ഈ പാവ മനുഷ്യൻ. വളരെ ഒരു അപ്രതീക്ഷിതമായ അപകടം. ഈ അപകടം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെയാണ് അദ്ദേഹം മരിക്കുന്നത്. ട്രെയിനിലെ താഴെയുള്ള ബർത്തിൽ കിടക്കായിരുന്ന അലിഖാൻ്റെ ദേഹത്തേക്ക് ഈ സെൻട്രൽ ഈ മിഡിൽ ബർത്ത് പെട്ടെന്ന് വീഴും. ട്രെയിനിൽ പോയവർക്കൊക്കെ അറിയാം. നമ്മളൊക്കെ അതിൽ കിടക്കുമ്പോൾ നമ്മളൊക്കെ വിചാരം അത് സുരക്ഷിതമായി ആന വലിച്ചാലും പൊട്ടൂല ചങ്ങല എന്നൊക്കെയാണ് വിചാരം. പക്ഷെ അതാണത് ഈ വീഴ്ചയിൽ ഒരു മരണത്തിന് കാരണമായത്. ഈ വീഴ്ചയിൽ പിൻകഴുത്തിലെ എല്ലുകൾ ഒടിയുകയും ഞരമ്പിന് ക്ഷതമേൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൈകാല് മൊത്തം തളർന്ന് ഒന്നും കഴിയാത്തൊരവസ്ഥയായി. റെയിൽവേയുടെ ആളുകൾ തന്നെയാണ് മൂപ്പരെ ഹോസ്പിറ്റലൊക്കെ പ്രവേശിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ റെയിൽവേ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അത് ബെർത്ത് പൊട്ടിയതൊന്നുമല്ല, മറ്റു പല കാരണങ്ങൾ എന്നുള്ളതാണ്. അതായത് ഈ ബെർത്ത് പൊട്ടി വീണതല്ല, മുകളിലുണ്ടായിരുന്ന യാത്രക്കാരൻ ചങ്ങലക്കുളത്ത് ശരിയായിട്ട് ഇടാത്തതാണ് ബെർത്ത് താഴെ വീഴാൻ കാരണമാണെന്നുള്ളതാണ് ഈ റെയിൽവേയുടെ വിശദീകരണം. ചങ്ങല ശരിയായി കൊളുത്താതിരുന്നത് മൂലം മുകളിലെ ബെർത്ത് താഴെ കിടന്നിരുന്ന യാത്രക്കാരൻ്റെ ദേഹത്തേക്ക് വീണതാണത്രേ. കാരണം ഇതിങ്ങനെ വീണ് പൊട്ടുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേൻ്റെ സുരക്ഷിതത്വം ഇല്ലാതാവൂല. റെയിൽവേ കൈമലർത്തി. ഇനി മരണപ്പെട്ട ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്താണ്? ഇപ്പോൾ എൻ്റെ നാടിനടുത്താണ് ഈ മാറഞ്ചേരി വടമുക്ക് എന്ന് പറയുന്നത്. എൻ്റെ നാടിനടുത്തുള്ളൊരു സ്ഥലമാണ് പൊന്നാനിയിൽ. തീവണ്ടി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. തീവണ്ടിയിലെ ഈ ബെർത്ത് ഘടിപ്പിക്കുന്ന കൊളുത്തുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം വരും. കൃത്യമായിട്ട് കൊളുത്ത് വീഴാത്തതിനെ തുടർന്ന് തലക്ക് മുറിവേറ്റതുൾപ്പെടെ അപകടങ്ങൾ ഒരുപാട് മുൻപും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ അടിയിലെ ബെർത്തിൽ കിടക്കേണ്ട യാത്രക്കാരൻ അവർക്ക് കിടക്കാൻ വേണ്ടി ബെർത്ത് ഉയർത്തി വെക്കും. ഇത് ശരിയായ രീതിയിൽ കൊളുത്തി വെച്ചിട്ടില്ലെങ്കിലാണ് ഈ അപകടം വരിക. 2 തരം ലോക്കുകളാണ് ഇതിനുള്ളത്. ഒന്ന് കൊളുത്ത് മാതൃകയിലും മറ്റൊന്ന് എൽ മാതൃകയിലും. ഇവയിലാണ് ഉറങ്ങാനുള്ള ബെർത്തുകൾ ഘടിപ്പിക്കുക. കൃത്യമായ ഭാരപരിശോധന നടത്തിയാണ് ഈ ബെർത്തുകളൊക്കെ റെയിൽവേ ഘടിപ്പിക്കാറ്. ഇത് പരിപാലിക്കുന്നതൊക്കെ റെയിൽവേ തന്നെയാണ്. ചില കൊളുത്തുകൾ കൃത്യമായിട്ട് വീഴാത്ത പരാതികൾ പലപ്പോഴും യാത്രക്കാർ പറയലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചങ്ങല കൃത്യമായിട്ട് കൊളുത്തണം. കൊളുത്തോ ബോൾട്ടോ നെട്ടോ പഴകി തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി വീഴാൻ സാധ്യത ഉണ്ട്. സ്റ്റീൽ ആയതിനാൽ കൊളുത്തും ബോൾട്ടും തുരുമ്പിക്കാനും ദ്രവിക്കാനും സാധ്യത വിരളമാണ്. പലപ്പോഴും ഇപ്പോൾ ഉള്ളത് സ്റ്റീലിൻ്റെ ഉണ്ടാവല്. എന്നാലും പരിശോധിച്ചിട്ട് ഉറപ്പ് വരുന്നത് നല്ലതാണ്. പിന്നെ അമിത ഭാരം കാരണം ബെർത്ത് പൊട്ടി വീഴാം. ബെർത്തുകളിൽ ഒന്നിലധികം ആളുകൾ കയറരുത്. ഭാരമുള്ള ലഗേജുകൾ ഒപ്പം വെക്കരുത്. അത് താഴെയാണ് ലഗേജുകൾ വെക്കേണ്ടത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇത്തരമൊരു മരണം വന്നപ്പോൾ ഒരു മുൻകരുതൽ. ഞാനൊന്നും ഒരിക്കലും ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളല്ല. ട്രെയിനിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും.
അപ്പോൾ അത്തരം ആളുകളൊക്കെ സൂക്ഷിക്കാൻ, മരണപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. ആ മാറഞ്ചേരി സ്വദേശി അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണം. അദ്ദേഹം ഈ ചേകനൂർ മൗലവിയുടെ ഭാര്യയുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.